Calicut University third semester BCom students in the business regulation MCQ questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രണ്ട് പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ 60 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫസ്റ്റ് പാർട്ട് വീഡിയോയും 61 ചോദ്യം മുതൽ 111ാമത്തെ ചോദ്യം വരെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഇത് തേർഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്ന് പറയുന്ന ആ ഒരു പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 112ാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് റിലേറ്റ് ചെയ്ത് വരുന്ന MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ 112ാമത്തെ ചോദ്യമാണ് The Sale of Goods Act 1930 came into force on ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഡേ ഓഫ് ജൂലൈ 1930 ഇത് നിലവിൽ വരുന്നത്. Which law governs the sale of movable property in India? ഇന്ത്യയിലെ മൂവബിൾ പ്രോപ്പർട്ടിയുടെ സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമമാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്ന് പറയുന്നത്. എ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി ഏതർ എ ബി എന്നാണ് പറയുന്നത്. അപ്പോൾ ഓറൽ ഓർ റിട്ടൺ. നമ്മളൊരു സെയിൽ ഓഫ് കോൺട്രാക്റ്റിന്റെ ആണെങ്കിൽ അത് ഓറൽ ആവാം, റിട്ടൺ ആവാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കോൺട്രാക്ട് മേക്ക് ചെയ്യാം. അടുത്തത് ഡെലിവറി വിത്തിൻ ദ മീനിങ് ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ക്യാൻ ബി. അതായത് ഡെലിവറി, നമ്മൾ ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഡെലിവറി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ് പറയുന്നത്. സിംബോളിക് എന്നുള്ളതാവാം, ആക്ച്വൽ എന്നുള്ളതും ആവാം. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് ദ ടേം പൊസഷൻ ഓഫ് ഗുഡ് മീൻസ് പൊസഷൻ ഓഫ് ഗുഡ്സ്. നമുക്ക് കൈവശം വെക്കില്ലേ, നമ്മൾ വസ്തുക്കൾ കൈവശം വെക്കില്ലേ, അതിനെയാണ് ഈ പൊസഷൻ എന്ന് പറയുക. അപ്പൊ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് കസ്റ്റഡി ഓഫ് ഗുഡ്സ് ആണ്. കസ്റ്റഡിയിൽ വെക്കുക, കൈവശം വെക്കുക. അടുത്തത് ദ ടേം ഗുഡ്സ് ഇൻ ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് മീൻസ്. അതിലെ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്ട് മാറ്റർ ഓഫ് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ. നമ്മൾ ആ കോൺട്രാക്ട് ഓഫ് സെയിലിൽ എന്താണ് നമ്മൾ സെയിൽ നടത്തുന്നത്? ആടിനെയാണോ, പശുവിനെയാണോ, വണ്ടീനെയാണോ? അപ്പൊ അതാണ് ഇവിടെ ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ്ജക്ട് മാറ്ററിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Then അടുത്തത് the goods which are to be produced by the seller after the contract of sale. After the contract of sale സെല്ലർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് വേർ മണി ഈസ് എക്സ്ചേഞ്ച്ഡ് ബൈ വൺ പേഴ്സൺ ഫോർ സം മണി വിത്ത് അനദർ പേഴ്സൺ. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാണ് അല്ലെ. അപ്പൊ അതിനെ വിളിക്കുന്ന പേര് എക്സ്ചേഞ്ച് എന്നുള്ളതാണ്. ആ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. അടുത്ത ചോദ്യം 120ാമത്തെ ചോദ്യം. എ സെയിൽ ഓഫ് ഗുഡ്സ് അണ്ടർ ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1932 includes a jus in rem. ഇനി അടുത്തത് വേർ നോ പ്രൈസ് ഇസ് ഫിക്സഡ് ബൈ എക്സ്പ്രസ് അഗ്രിമെന്റ് ദ ബയർ ഷാൾ പേ ദ സെല്ലർ റീസണബിൾ പ്രൈസ്. അതായത് നമ്മളൊരു അഗ്രിമെന്റിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടെ പ്രൈസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സെല്ലർക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് അല്ലെങ്കിൽ സാധനം വാങ്ങുന്ന ആ ഒരു ബയ്യർക്ക് റീസണബിൾ ആയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കാനും സാധിക്കും. അടുത്ത ചോദ്യം എ സ്റ്റിപ്പുലേഷൻ ഇൻ എ കോൺട്രാക്ട് മേ ബി കണ്ടീഷൻ വാറണ്ടി. ബോത്ത് എ ആൻഡ് ബി ആവാം സ്റ്റിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ. അടുത്ത ചോദ്യം എ കണ്ടീഷൻ അണ്ടർ ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എ സ്റ്റിപ്പുലേഷൻ എസെൻഷ്യൽ ടു ദി മെയിൻ പർപ്പസ് ഓഫ് ദി കോൺട്രാക്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? നമ്മുടെ ആൻസർ വരുന്നത് എ വാറണ്ടി ഈസ് എ സ്റ്റിപ്പുലേഷൻ കൊളാറ്ററൽ ടു ദി മെയിൻ പർപ്പസ് ഓഫ് ദി കോൺട്രാക്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം വെൻ ദ ബയേഴ്സ് റൈറ്റ് ഓഫ് ക്വൈറ്റ് പൊസഷൻ ഓഫ് ഗുഡ്സ് ഈസ് എഫക്റ്റഡ് ബൈ ദി സെല്ലേഴ്സ് ഫോൾട്ട് ദ ബയർ ക്യാൻ ക്ലെയിം ഫോർ ഡാമേജസ്. അതായത് ഈ പൊസഷന്റെ സമയത്ത് എന്തെങ്കിലും ഫോൾട്ട് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബയ്യർക്ക് ഡാമേജിന് വേണ്ടി ക്ലെയിം ചെയ്യാവുന്നതാണ്. ഡാമേജസ് ഉണ്ടായി എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം ദ ബയ്യർ ഷാൾ ഹാവ് ആൻഡ് എൻജോയ് ക്വൈറ്റ് possession of goods. This is an implied warranty as to possession. In a contract of sale of goods, condition as to merchantable quality of goods applies all of the above. മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. The general rule is that the buyer of goods is responsible for his choice or selection. The doctrine is Calicut emptor. Calicut emptor എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്തത് the process of identifying the goods and setting apart is called ascertainment. Nemo that quod non habet means no man can pass a better title than what he himself possesses എന്നുള്ളതാണ് ആ ഒരു ടേമിന്റെ മീനിങ്. അതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം, അല്ലാണ്ട് നിവർത്തിയില്ല. Then
അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഫോൾട്ട് മീൻസ് എനി wrongful ആക്ട് ഓർ ഡിഫോൾട്ട്. അൺപെയ്ഡ് സെല്ലർ loses his right of lien in case of ഡെലിവറി ഓഫ് ഗുഡ്സ് ടു ബയർ ആയാലും, ടെൻഡർ ഓഫ് പ്രൈസ് ബൈ ബയർ ആയാലും, ഡെലിവറി ഓഫ് ഗുഡ്സ് ടു കാരിയർ ഓർ വോഫിംഗർ ആയാലും നമ്മുടെ അൺപെയ്ഡ് സെല്ലറിന് ആളുടെ റൈറ്റ് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. an unpaid seller can exercise his right of stoppage of goods in transit either A, B or C. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏത് വേണമെങ്കിലും ആവാം. ഓപ്ഷൻ സെയിൽ ഈസ് ഓൾസോ നോൺ ആസ് പബ്ലിക് സെയിൽ. ഓപ്ഷൻ സെയിൽ എന്ന് പറഞ്ഞാൽ ലേലം വിളിക്കുക, അത് പബ്ലിക് സെയിലാണ്. ദെൻ where the seller appoints his person to bid at the auction sale without informing to bidder is called pretend bidding. In contract through sea route, where the seller has to put the goods on board ship at his own expenses, the contract is known as FOB contract. In a contract through sea route, where the seller has to deliver the goods to the buyer at the port of destination is called ex-ship contract. അടുത്ത ചോദ്യം, the remedies available to a person suffering from the breach of the contract, all of the above one answer, where the court orders the defaulting party to carry out the promise according to the terms of the contract is called a specific performance. Dash means an order of the court restraining a person from doing what he promised to do. ആള് പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ നിന്നും ആളെ തടയുന്ന കോർട്ട് ഓർഡർ ആണെങ്കിൽ അത് സ്പെസിഫിക് പെർഫോമൻസ് ആണെന്നാണ് പറയുന്നത്. ദെൻ ക്വാണ്ടം മെറിറ്റ് മീൻസ് ആസ് മച്ച് ആസ് ഈസ് ഏൺഡ്. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്തോ അതിനുള്ള ഒരു പ്രതിഫലം നമുക്ക് കിട്ടണം, അല്ല, അതിനെയാണ് ക്വാണ്ടം മെറിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ചോദ്യം, when a person has done some work under a contract and the other party repudiates the contract, then the party who performed the work can claim remuneration for the work done. This is based on the principle of quantum merit. നമ്മളൊരു കോൺട്രാക്ട് പ്രകാരം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ദെൻ അടുത്തത് ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. എക്സ് കോൺട്രാക്ട് ടു ഡെലിവർ 1000 bags of wheat at ₹100 per bag on a future date. ഭാവിയിൽ ഒരു ബാഗിന് 100 രൂപ എന്നുള്ള നിലയ്ക്ക് 1000 ബാഗ് വീറ്റ് ഞാൻ തരാമെന്ന് എക്സ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഓൺ ദ ഡ്യൂ ഡേറ്റ് ഹി റെഫ്യൂസസ് ടു ഡെലിവർ. അങ്ങനെ ആ ഒരു ഡ്യൂ ഡേറ്റിൽ എക്സ് എന്ത് ചെയ്തു, അത് കൊടുത്തില്ല. ദ മാർക്കറ്റ് പ്രൈസ് ഓൺ ദാറ്റ് ഡേയ്സ് 120 പെർ ബാഗ്. അപ്പൊ ആ സമയത്ത് 100 രൂപയ്ക്കാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്, പക്ഷെ ഇപ്പോൾ 120 രൂപയായി നമ്മുടെ മാർക്കറ്റിൽ. അപ്പൊ നമ്മൾ ഇത് സാധാരണയായിട്ട് നടക്കുന്ന ഡാമേജുകൾ ആയതുകൊണ്ട് ഇത്തരം ഡാമേജിനെ നമ്മൾ ഓർഡിനറി ഡാമേജ് എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത്, ഹാഡ്ലി വേഴ്സസ് ബെക്സൻഡെയിൽ കേസ് ഈസ് എ ലീഡിംഗ് കേസ് ഓൺ ദ റിമോട്ട്നെസ് ഓഫ് ഡാമേജ്. ദെൻ അടുത്ത ചോദ്യം, എക്സംപ്ലറി ഡാമേജസ് ഓൾസോ നോൺ ആസ്, നമുക്ക് എ ആൻഡ് ബി പറയാം, വിൻഡിക്കേറ്റീവ് ഡാമേജ് എന്നും പറയാം, പ്യൂണിറ്റീവ് ഡാമേജ് എന്നും പറയാം. Vindicative damage has been awarded for a breach of the promise to marry, for a wrongful dishonor of a check. A or B ആണ് ആൻസർ. Liquidated damages means an amount of the dash that may result from the breach of the contract. Pre-estimated probable loss. A stipulation for increased interest from the date of default is known as damages. എ ക്വാസി കോൺട്രാക്ട്. ഒരു ക്വാസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പം നമ്മുടെ ആൻസർ നോട്ട് എനി ഓഫ് ദിസ് എന്നുള്ളതാണ്. ദെൻ 150ാമത്തെ ചോദ്യം, ക്ലെയിം ഫോർ നെസസറീസ് സപ്ലൈ ടു എ പേഴ്സൺ ഇൻകോമ്പിറ്റന്റ് ടു കോൺട്രാക്ട് ഫ്രം ദ പ്രോപ്പർട്ടി ഓഫ് സച്ച് പേഴ്സൺ ഇറ്റ് ഈസ് കവേർഡ് അണ്ടർ ദി കോൺസെപ്റ്റ് ഓഫ് ക്വാസി കോൺട്രാക്ട്. അതായത് നമുക്കൊരു ഇൻകോമ്പിറ്റന്റ് ടു കോൺട്രാക്ട് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ നെസസറീസ് സപ്ലൈ ചെയ്യുന്നത് ക്വാസി കോൺട്രാക്ടിന് അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ്. അടുത്തത്, എ ഫൈൻഡർ ഓഫ് ഗുഡ്സ്. ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ആരാണ്? എ പേഴ്സൺ ഹു ഫൈൻഡ് ദ ഗുഡ്സ് ബിലോങ്സ് ടു അനദർ ആൻഡ് ടേക്സ് ദം ഇൻ ടു കസ്റ്റഡി. അതായത് വഴിയിൽ നിന്ന് എവിടെന്നോ നമുക്കൊരു സാധനം കിട്ടി, മറ്റാരുടെ ഒരു സാധനം കിട്ടി, നമ്മളത് കയ്യിൽ വെക്കുന്നു. അപ്പോൾ ആളെയാണ് നമ്മൾ ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തത്, എ കോൺട്രാക്ട് ഇൻ വിച്ച് വൺ പേഴ്സൺ പ്രോമിസസ് ടു കോമ്പൻസേറ്റ് ദി അതർ ഫോർ ദി ലോസ് സഫേർഡ് to him due to the conduct of the promisor or of any other person is known as contract of indemnity. നമ്മൾ നഷ്ടം നികത്തുന്നതിനെയാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് വിളിക്കുന്നത്. ദ പാർട്ടി ഹു ഗീവ്സ് ഇൻഡെംനിറ്റി, നമ്മൾ ഇൻഡെംനിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേര് ഇൻഡെംനിഫയർ എന്നുള്ളതാണ്. അടുത്തത്, a contract in which a person promises to discharge the liability of another person in case of default
ബൈ സച്ച് പേഴ്സൺ ഈസ് നോൺ ആസ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. നമുക്ക് ഒരാൾക്ക് വേണ്ടി നമ്മൾ ഗ്യാരണ്ടി നിൽക്കില്ലേ, ആൾ എന്ത് ചെയ്താലും ഞാനത് നോക്കിക്കോളാം, ഞാൻ ഗ്യാരണ്ടി നിൽക്കാം എന്ന് പറയുന്നതിനെയാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. In contract of guarantee, a person who promises to discharge another liability is known as മറ്റൊരാളുടെ ലൈബിലിറ്റീനെ പറയുന്നത് ഇത് ഷുവർട്ടി എന്നാണ്. നമ്മൾ അങ്ങനെ ഗ്യാരണ്ടി നിൽക്കുന്ന ആളെ വിളിക്കുന്ന പേര് ഷുവർട്ടി എന്നുള്ളതാണ്. ലൈബിലിറ്റി ഓഫ് ദി ഷുവർട്ടി എന്ന് പറയുന്നത് co-extensive with the principal debtor. A surety is discharged from the liability by all of the above. The deliver of goods by one person to another for some specific purpose. എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ബെയിൽമെന്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. Then the delivery of goods by one person to another as a security. നമ്മൾ ആധാരം പണയം വെക്കില്ലേ, അതിന് വിളിക്കുന്ന പേര് പ്ലെഡ്ജ് എന്നാണ്. നമ്മൾ സ്നേഹത്തിന്റെ പുറത്തൊക്കെ നമ്മളൊരു സാധനം കൊടുക്കുകയാണെങ്കിൽ, വണ്ടി ഓടിക്കാൻ കൊടുക്കുക ഫ്രണ്ടിന്, അത് ബെയിൽമെന്റ് ആണ്. ഓക്കെ. Then which of the following person does not have the right of general lien? General lien റൈറ്റ് ഇല്ലാത്ത ആള് ഫൈൻഡർ ഓഫ് ഗുഡ്സ് ആണ്. X lent his car to his friend Y for 2 days without any damages. It is a gratuitous bailment. നമ്മൾ സ്നേഹത്തിന്റെ പുറത്ത് വണ്ടി ഓടിക്കാൻ കൊടുക്കുന്നത് ഒരു gratuitous bailment ആണ്. ഇനി അണ്ടർ ദി പ്ലെഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ ആധാരം ബാങ്കിൽ പണയം വെക്കേണ്ടതാണ് ആലോചിക്കേണ്ടത് കേട്ടോ. പ്ലെഡ്ജ്, ദ പേഴ്സൺ ഹു പ്ലെഡ്ജസ് ഈസ് നോൺ ആസ് ദി പ്ലെഡ്ജർ ആൻഡ് ദ ബെയിലി ഈസ് നോൺ ആസ് ദി പ്ലെഡ്ജി. അപ്പൊ പ്ലെഡ്ജറും പ്ലെഡ്ജിയും രണ്ട് ആൾക്കാരാണ് ഇതിൽ വരുന്നത്. ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഈസ് ഓർ ആർ ഡ്യൂട്ടി ഓഫ് ദി ബെയിലി ടു ടേക്ക് റീസണബിൾ കെയർ. നമ്മൾ കെയർ ചെയ്യാന്നുള്ളത് ആണ് നമ്മൾ ബെയിൽമെന്റിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം. ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഈസ് ഓർ ആർ റൈറ്റ്സ് ഓഫ് ദി ബെയിലി. ബെയിലിയുടെ റൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡംനിഫൈ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, നെസസറി എക്സ്പെൻസ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഡെലിവറി ഓഫ് ഗുഡ്സ് ടു എനി വൺ ഓഫ് ദി ജോയിന്റ് ബെയിലർ ഓഫ് ദി ഗുഡ്സിനുള്ള റൈറ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. അടുത്തത്, എ പേഴ്സൺ അപ്പോയിന്റഡ് ടു കോൺട്രാക്ട് ഓൺ ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ ഈസ് നോൺ ആസ് ഏജന്റ്. എനിക്ക് പകരം വേറൊരാളെ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏർപ്പാടാക്കുകയാണെങ്കിൽ ആളെ വിളിക്കുന്ന പേര് ഏജന്റ് എന്നുള്ളതാണ്. A mercantile agent to whom the possession of the goods is given for the purpose of selling the same is known as factor. അടുത്തത്, which of the following is not a right of the agent? ഏജന്റ് റൈറ്റ് അല്ലാത്തത് എന്താ? ടു മേക്ക് സീക്രട്ട് പ്രോഫിറ്റ്. പ്രോഫിറ്റുകൾ സീക്രട്ട് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ആൾക്കില്ല. എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ദ ഒറിജിനൽ ഏജന്റ്, അതായത് ഏജന്റ് വേറൊരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാണ്, അത്തരം ഏജന്റിനെ വിളിക്കുന്ന പേര് സബ് ഏജന്റ് എന്നുള്ളതാണ്. Then, where the agent contract for a principal who is not competent to contract, in such a case the agent is personally liable. Substituted agent is appointed by. നമ്മൾ ഈ ഒരു ഏജന്റും സബ് ഏജന്റും അല്ലാതെ വേറൊരു ഏജന്റിനെ വെക്കുകയാണെങ്കിൽ, വേറെ ഇവർക്ക് പകരമായിട്ടൊരു ഏജന്റിനെ വെക്കുകയാണെങ്കിൽ അത് ആരാ വെക്കുക? പ്രിൻസിപ്പൾ ആണ് വെക്കുക. അപ്പം അങ്ങനെ വേറൊരു ഏജന്റിനെ വെക്കുന്ന ആ ഏജന്റിന്റെ പേര് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്നാണ്. ആളെ വെക്കുന്നത് പ്രിൻസിപ്പൾ ആണ്. Then, what is the name given to an agency which cannot be terminated? Revocable agency. അപ്പോൾ ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ചോദ്യമാണ്, എ surety is not discharged from his liability if the creditor releases the other co-surety. അപ്പോൾ അത് ആദ്യത്തെ ചോദ്യമാണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഈസ് ആപ്ലിക്കബിൾ ഓൺ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്. രണ്ടാമത്തെ ചോദ്യം, ഇൻ ഡിസ്ട്രിക്ട് ഫോറം ഇൻ അഡീഷൻ ടു പ്രസിഡന്റ് മിനിമം മെമ്പേഴ്സ് ആർ 2. ദെൻ അടുത്ത ചോദ്യം, jurisdiction of state commission എന്ന് പറയുന്നത് none of these ആണ്. Age of a member of state commission must be not less than 35 years. 35 വയസ്സിന് താഴെയാവാൻ പാടില്ല. And appellant would be all of the above. ഇനി കൺസ്യൂമർ, ലീഗൽ ഹയർ ഓഫ് കൺസ്യൂമർ, ഇനി വോളണ്ടറി കൺസ്യൂമർ, ഏത് വേണമെങ്കിലും ആവാം. The provision of Consumer Protection Act is applicable ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മൾ അപ്ലിക്കബിൾ ആകുന്നത് ഗുഡ്സിനും സർവീസസിനുമാണ്. അണ്ടർ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കംപ്ലൈനന്റ് മീൻസ്, കംപ്ലൈനന്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി ഡിസീസ്ഡ് കൺസ്യൂമർ. ദെൻ അടുത്തത് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റെഡ്രസൽ ഏജൻസീസ് ഇൻക്ലൂഡ്, ഇതിലെല്ലാം വരും ഡിസ്ട്രിക്ട് ഫോറം, നാഷണൽ കമ്മീഷൻ, സ്റ്റേറ്റ് കമ്മീഷൻ എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. Then district forum shall have some power as are vested in the civil court.
വിച്ച് റിലീഫ് ക്യാൻ ബി ഒപ്റ്റെയിൻഡ് ബൈ കൺസ്യൂമേഴ്സ് ഫ്രം കമ്മീഷനിൽ നിന്ന് എന്തൊക്കെ നമുക്കൊരു സമാധാനങ്ങളാണ് കിട്ടുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ടു റിമൂവ് ദ ഡിഫക്ട് ഫ്രം ദ ഗുഡ്സിന്റെ ഡിഫക്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നോട്ട് ടു ഓഫർ ദി ഹസാർഡസ് ഗുഡ്സ് ഫോർ സെയിൽ, ടു സ്റ്റോപ്പ് മാനുഫാക്ചറിങ് ഓഫ് ഹസാർഡസ് ഗുഡ്സ്, ഇതെല്ലാം നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ ബികോം സ്റ്റുഡൻസിന്റെ MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇത്രയും ഈ ഒരു സിലബസ് പ്രകാരം വരുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോസ് കണ്ട് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.